ഐശ്വരി, ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നു എന്ന് മനസ്സിലായില്ലല്ലോ. ഇത് ഇത്ര സിമ്പിളാണ് നിങ്ങൾ വിചാരിച്ചില്ലല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ മഷി മായ്ക്കാൻ വേണ്ടി പല പല പരിപാടികൾ എടുക്കുന്നത്. അവസാനം എങ്ങനെയൊക്കെ മായ്ച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പാടം അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആട്ടെ. ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ട്, നമ്മുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് എത്ര വേണമെങ്കിലും വോട്ട് ചെയ്യാൻ ഓപ്ഷൻസാണ് കൊടുക്കുന്നത്. ഇമ്മാതിരി മഷി അടിച്ച് വിടുന്നത് നിങ്ങൾ മായ്ച്ച് ചെയ്യാൻ നോക്ക്. നമ്മൾ ബ്രസീലിനല്ല, നമ്മളെ വേണം ഉഗാണ്ടെന്ന് വരെ ഇവിടെ മോഡൽസിന്റെ പേരിൽ നമ്മൾ ID കാർഡ് ഇറക്കിട്ടെ ഒരുത്തനെ തന്നെ നമ്മൾ 22-32 വോട്ട് വരെ ചെയ്യിപ്പിക്കും. രാഹുൽ ഗാന്ധി പറഞ്ഞത് വെറുതെ അല്ല. അന്ന് ചോദിച്ചിരുന്നു, നമ്മുടെ നാട്ടിലെ സകല സംഖ്യവാണങ്ങളും ചോദിച്ചിരുന്നു, നമ്മൾ മഷി പുരട്ടുന്നല്ലേ, നമ്മൾ ഇവിടെ എങ്ങനെ സെക്കൻഡ് വോട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു. എപ്പോൾ കണ്ടില്ലേ, സെക്കൻഡ് വോട്ട് ചെയ്യാൻ ഒന്നും വേണ്ട, ഒരു 10 രൂപന്റെ സാനിറ്റൈസർ ഉണ്ടായാൽ മതി. വെറും സാനിറ്റൈസർ, നോർമൽ സാനിറ്റൈസർ വെച്ചിട്ട് വെറുതെ അങ്ങോട്ട് തുടച്ചാൽ മഷി അങ്ങോട്ട്. അതാണ് നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ്റെ ഡബിൾ വോട്ടിങ് എങ്ങനെ വരുന്നതെന്നുള്ളത് നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കഷ്ടപ്പെടുന്നു വേണ്ട. പണ്ടുള്ള ആൾക്കാർ എനിക്കറിയാം, ഇത് കേൾക്കുന്ന ആൾക്കാർ എണ്ണയൊക്കെ തേക്കണ ഞാൻ കണ്ടിട്ട് പണ്ട് വോട്ട് ചെയ്യാൻ പോണ സമയത്ത്. എന്നാലും ഇത് പോകില്ല, ഇത് ഇതൊന്നൊരു പരന്ന് നാശാവല്ലേ. അങ്ങനെയൊന്നുമില്ല, ഇതിന് ക്ലീൻ ആയിട്ടൊരു സ്റ്റൈല് കിട്ടും. അപ്പം നമ്മൾ ഉഗാണ്ടയിൽ നിന്നും ബ്രസീലിൽ നിന്നും എല്ലാ സ്ഥലത്തും നമ്മൾ ആളവിടെ ഇറക്കും, നമ്മൾ ആളെ ഇറക്കുകയും ചെയ്യും, നമ്മൾ വോട്ട് പിടിക്കുകയും ചെയ്യും. വോട്ട് കട്ടിട്ടും വോട്ട് വെട്ടിയിട്ടും വോട്ട് ആഡ് ചെയ്തിട്ടും ഇതുപോലെ വോട്ട് ഇരട്ടല്ല മുരട്ടല്ല ട്രിപ്പിളും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്ന എവിടെ നിന്നോ. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്ത് കൊടുക്കല്ലേ, നിങ്ങൾ ചെയ്തോ, നിങ്ങൾ വോട്ട് വോട്ട് ചെയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അല്ല ഇപ്പം ഈ മഷി ഇത്രയും പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഈ മഷി ഇങ്ങനെയല്ലേ പോകുന്നത്, അത് എന്താ ചെയ്യേണ്ടത് വെച്ചപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞത് ഏറ്റവും രസട്ടോ. അതായത് ഈ മഷി വെറും 59 സെക്കൻഡിലാണ് സാനിറ്റൈസർ വെച്ചിട്ട് ഈ ആൾ ഈ മഷി തേച്ച് മാച്ച് കളഞ്ഞു പോകുന്നത്. അപ്പം അതും നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് വേറെ ഓപ്ഷൻ കൊടുക്കാം. നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ടൊക്കെയാണ് ഇത് കാണിക്കുന്നത്. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം, ആൾക്കാർ ഇത് കംപ്ലൈന്റ് ചെയ്തപ്പം പറഞ്ഞത് എന്താണെന്നറിയോ, മഷിയിലെ രാസവസ്തുക്കളുടെ അളവ്, അതായത് സിൽവർ നൈട്രേറ്റിന്റെ അളവ് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണെങ്കിലും നമുക്ക് വരും ദിവസങ്ങളിൽ പരീക്ഷിക്കാമെന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും വോട്ടിംഗ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ. നിങ്ങൾ 45 ദിവസത്തിനിടക്ക് പരാതി കൊടുക്കണം, 45 ദിവസത്തിനിടക്ക് CCTV വായിക്കാൻ, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പരാതി കൊടുത്തോ. അപ്പോഴേക്കും നമ്മൾ ഇലക്ഷൻ കഴിയും. ഇലക്ഷൻ കഴിഞ്ഞ് ഈ പരാതിയൊക്കെ വന്ന് 2-3-4 കൊല്ലം കൊണ്ടൊക്കെ നമ്മൾ ആ പരാതിന്റെ മേൽ തീർപ്പ് കേട്ട് അല്ലെങ്കിൽ കോടതി ചെല്ലുമ്പോഴേക്കും അടുത്ത ടേം ഇലക്ഷനോ. അപ്പോൾ നമ്മൾ പുതിയൊരു കള്ളത്തരം കൊണ്ടുവരും. കള്ളന്മാരല്ലേ രാജ്യം ഭരിക്കുന്നത്, കള്ളത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കൂലേ. ആ കള്ളന്മാർക്ക് ചൂട്ടുപിടിക്കുന്ന കള്ളന്മാരല്ലേ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള സകല നാഷണൽ ഡിപ്പാർട്ട്മെന്റും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കംപ്ലൈന്റ് കൊടുക്കാത്ത എന്താ വെച്ചാൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് കാര്യമില്ല, മൂഞ്ചി തെറ്റും കംപ്ലൈന്റ് കൊടുക്കുന്നവന് മാത്രം അതിന്റെ പിന്നാലെ നടന്നിട്ട്. ഇനി പോട്ടെ, മറ്റൊരു വാർത്ത കാണാം. ഇത് ജസ്റ്റ് കണ്ടപ്പം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് കേട്ടോ. ജയ്പൂരിലെ ഹവാ മഹൽ മണ്ഡലത്തിൽ ഒരു BLO ബൂത്ത് ലെവൽ ഓഫീസർ എന്താ പറയുക, പുള്ളി പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഈ മുസ്ലിമിൻ്റെ പേരുകൾ വെട്ടിക്കളയുന്ന അവിടെ BJP കൗൺസിലർമാരുടെയും BJP ഏജന്റുമാരുടെയും സമ്മർദ്ദം മൂലം പുള്ളിനെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല. അവസാനം പുള്ളിയുടെ ജോലി പോകും, അല്ലെങ്കിൽ നിങ്ങളെ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്കെതിരെ ഭീഷണി വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇതിൽ നല്ല ആത്മഹത്യ ചെയ്തോളാം എന്ന് കലക്ട്രേറ്റിന്റെ മുമ്പിൽ വന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് എന്ന് പറയുന്ന ഒരു രംഗാണത്. കണ്ടു നോക്കും. मकान कागज आधार कार्ड एक ने जिंदा नहीं है, देखो नहीं मैं कौन लगाए ध्यान, ये तो एक टीम लगाओ। और मैं गलत हूं ना तो मुझे भी सस्पेंड करो भाई साहब, थे मुझे भी सस्पेंड करो भाई। गलत नाम जोड़ता है मास्टर, पैसे खा के एक आदमी से 20-20 हजार रुपए लेता है, नाम जोड़ता है, और सस्पेंड करो मुझे भी, है ना। और एक टीम लगाओ 20 आदमी की। नहीं मैं मरूंगा नहीं, खैदियों में बिखर गो, मैं बिखरे बाद मेरा बाप को कौन है। अब कलेक्टर साहब के सामने मरूंगा, वहीं बैठूंगा मैं धरने पे, और मैडम के सामने बैठूंगा लिस्ट को लेकर के, और मेरे बच्चों को ले जा रहा हूँ, बस्ती वालों को ले जा रहा हूँ मैं। अब देखूं तो देखा प्रशासन ने സസ്പെൻഡ് കരോ മുൻപേ. ഇങ്ങനെ ജയ്പൂരെ ഹവാ മണ്ഡലത്തിലെ ഒരു BLO ആണ്. അപ്പോൾ ഇയാളൊരു സ്കൂൾ അധ്യാപകനാണ്. ആളുടെ പേര് കീർത്തി കുമാർ എന്നാണ്. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെ വോട്ടർമാരുടെ പേരുകൾ വെട്ടിക്കളയാനാണ് നീക്കം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരികൾ ഇയാളെ പ്രഷർ ചെയ്യുന്നു, അവിടെ BJP കൗൺസിലേഴ്സ് ഇയാളെ പ്രഷർ ചെയ്യുന്നു, BJP ബൂത്ത് ഏജന്റുമാർ വരെ ഇയാളെ പ്രഷർ ചെയ്യുന്നു. അങ്ങനെ ഇയാൾ അത് ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് അയാൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അയാൾക്കെതിരെ ഭീഷണി വരുന്നു. അതായത് BJPക്കെതിരെയുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ BJP ഏജന്റുമാർ, പ്രാദേശിക കൗൺസിലർമാർ ഈ വോട്ടർമാർക്കെതിരെയുള്ള പരാതി നൽകിയിട്ടുള്ളതായിട്ടും റിപ്പോർട്ടുണ്ട്. അതായത് ഇയാൾ അല്ലെങ്കിൽ ഇയാൾ വെട്ടേണ്ട, അവിടെ ആളുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലും അയാളെ വെട്ടിക്കളയണം എന്നും
പറഞ്ഞിട്ട് BJP ഏജന്റുമാരും അല്ലെങ്കിൽ കൗൺസിലർമാരും നേരിട്ടാണ് പരാതി കൊടുക്കുന്നത്. എന്നാൽ താൻ നേരിട്ട് പോയി പരിശോധിച്ചു. അങ്ങനെ ഇയാൾ നേരിട്ട് പോയി അവിടെ പോയി പരിശോധിച്ച സമയത്ത് ഈ പറഞ്ഞ വോട്ടർമാരെല്ലാം അവിടെ കാലങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരാണെന്ന് കീർത്തികുമാർ പറയുന്നുണ്ട്. എന്നിട്ടും വീണ്ടും പരിശോധന നടത്താനും പേരുകൾ നീക്കം ചെയ്യാനും ഉദ്യോഗസ്ഥരാണ് ഇയാളെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹവാമഹൽ മണ്ഡലത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP MLA ബാലമുകുന്ദ് ആചാര്യ വളരെ കുറഞ്ഞ വോട്ട്, അതായത് വെറും 947 വോട്ടിന് മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലമാണിത്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്രാവശ്യത്തെ വോട്ട് കൂട്ടൽ നിർണായകമാണ് എന്നുള്ളത് കൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ട് കട്ട് ചെയ്ത് കളയാനാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാളോടും, അല്ലെങ്കിൽ ഇയാളുടെ മുതിർന്ന നേതാക്കന്മാരോ അല്ലെങ്കിൽ എന്താ പറയുക ഉദ്യോഗസ്ഥർ ഇയാളുടെ പിന്നിൽ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചട്ടലംഘനമാണ് ഇത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടപ്രകാരം ഒരു ഏജന്റ് ഒരു ദിവസം 10 പരാതികൾ കൂടുതൽ നൽകാൻ കഴിയില്ല എന്നാണ്. അതായത് ഒരു ഏജന്റിന് ഒരു ദിവസം 10 പരാതിന്റെ മേലോട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഏജന്റുമാർ 2 ദിവസത്തിനുള്ളിൽ 200 പരാതികളാണ് കൊടുത്തിട്ടുള്ളത് ഈ സ്ഥലത്ത്. ഒരു ഏജന്റിന് 10 പരാതിയാണ് ഒരു ദിവസം. അതിന് പകരം 2 ദിവസത്തിൽ 100 വെച്ച് 200 പരാതികൾ വരെ കൊടുത്തിട്ട് അവിടുത്തെ മുസ്ലിംസിന്റെ വോട്ടുകൾ കട്ട് ചെയ്ത് കളയാനാണ് പറയുന്നത്. എന്നിട്ടും ഇയാൾ അവിടെ പോയിട്ട് അവിടെ നോക്കി ഇന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടോ, ഈ ആളുകൾ അവിടെ ഉണ്ടോ, ഈ ആളുകളൊക്കെ അവിടെ ഉണ്ട്, മുസ്ലിങ്ങളൊക്കെ കാലങ്ങളായിട്ട് താമസിക്കുന്ന ആളുകളാണ് എന്ന് ഇയാൾ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും ഇയാൾക്കുള്ള സമ്മർദ്ദത്തിന് ഒരു കുറവും വരുന്നില്ല. ഇതാണ് നമ്മുടെ മോദിയുടെ, നമ്മുടെ താടിയുടെ, അതല്ലെങ്കിൽ ജ്ഞാനേഷ് കുമാറിന്റെ വൃത്തികെട്ട ചെറ്റ നയങ്ങൾ എവിടൊക്കെ എങ്ങനെയൊക്കെ കുത്തിക്കയറ്റാം എന്ന് കാണിക്കുന്നത്. ന്യൂനപക്ഷത്തിന്റെ വോട്ട് വെട്ടി, മുസ്ലിമിന്റെ വോട്ട് വെട്ടി, കോൺഗ്രസിന്റെ വോട്ട് വെട്ടി, അതല്ല BJPക്ക് എതിരെ നിൽക്കുന്ന സകലരിന്റെ വോട്ട് വെട്ടി, BJPക്കാരന്റെ വോട്ട് കുത്തിക്കയറ്റി. നമ്മൾ കണ്ടിട്ടുണ്ട് പുലർച്ചെ 4 മണി മുതൽ 4:30 സമയത്ത് ഓരോ 2 സെക്കൻഡിലും 2 വോട്ട് വെച്ച് കയറുന്നതും നമ്മൾ കണ്ടു ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ. അതും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു തന്നു. എന്നിട്ടും ഒരു നടപടിയും ഒരു തേങ്ങ എടുക്കാണ്ട് ഇപ്പോഴും ജ്ഞാനേഷ് കുമാർ ഈ പറഞ്ഞവൻ എല്ലാവരും ആ കൂട്ടത്തിൽപ്പെട്ട സകലെണ്ണവും ഈ പറഞ്ഞ BJPയുടെ ആസനം താങ്ങി ആസനം നക്കി നടക്കുന്നതും നമ്മൾ കണ്ടു. തിരിച്ചൊന്നും പറയാൻ പറ്റാണ്ട് പഠിക്കുന്നതും പത്രസമ്മേളനത്തിൽ വന്നിട്ടുള്ളതും നമ്മൾ കണ്ടു. ഇദ്ദേഹത്തിന്റെ ഈ ഒരു നിസ്സഹായ അവസ്ഥ കണ്ടിട്ട്, BLOന്റെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അശോക് ഗെഹ്ലോട്ടും അതുപോലെ തന്നെ അവിടുത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഗോവിന്ദ് സിംഗും ഒക്കെ ഇതിനെ എതിരെ സംസാരിച്ച് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം മുന്നോട്ട് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നറിയില്ല. കാരണം ഇത് കൊണ്ടുപോകേണ്ട സ്ഥലങ്ങളെല്ലാം ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ. അവർക്ക് വാവാട അലക്കി കൊടുത്ത് ജീവിക്കുന്നവന്മാരാണ് ഈ സകല ഡിപ്പാർട്ട്മെന്റുകളിലും. ഇതിന്റെ കംപ്ലൈന്റ് എടുക്കേണ്ടവരും പരിഹരിക്കേണ്ടവരും. അവിടേക്ക് ഇത് കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ പലരും പരാതിപ്പെടാൻ പോലും പോകാണ്ടിരിക്കുന്ന അവസ്ഥ വരുന്നത് നമ്മുടെ നാട്ടിൽ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ്.